മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ രണ്ടാമത്തെ സിനിമയായി ഇന്ന് റിലീസ് ചെയ്ത സിനിമയായിരുന്നു കാട്ടാളൻ. പെപ്പയായിരുന്നു പടത്തില് നായകൻ. പോൾ ജോർജ് ആയിരുന്നു ഡയറക്ഷൻ. പടത്തിന്റെ മ്യൂസിക് രവി ബസൂർ ആണ്. നല്ലൊരു ഹൈപ്പിലായിരുന്നു ഈ പടം റിലീസ് ആയത്. ആ ഹൈപ്പിന്റെ മെയിൻ കാരണം ക്യൂബ്സ് ആണ്. കാരണം ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു പ്രൊഡക്ഷൻ ആണ്. ഇത്രയും വലിയ ക്യാൻവാസിൽ വരുന്ന പടങ്ങൾ സർട്ടിഫൈഡ് ആണെങ്കിലും എടുക്കാൻ നിലവിൽ മലയാളത്തിൽ അവർ മാത്രമേ ഉള്ളൂ. ഹൈപ്പിന്റെ രണ്ടാമത്തെ കാരണം മാർക്കോ ആണ്. ആക്ഷൻ സിനിമകളിൽ മാർക്കോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കുണ്ട്. അത് ഈ പടത്തെ എന്തായാലും നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, മാർക്കോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. മലയാളത്തിൽ ആക്ഷൻ സിനിമകൾ എടുത്താൽ മാർക്കോ ഒരു ടെക്നിക്കൽ ബീസ്റ്റ് ആണ്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതൊരു റിവ്യൂ അല്ല, ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഈ പടം കണ്ട കുറെ പേരുടെയെങ്കിലും തല കറക്കുന്ന ഒരു പരിപാടിയാണ് ഇതിലെ യൂണിവേഴ്സ്. കാട്ടാളൻ മാർക്കോ യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു സിനിമയാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഒരു സ്ട്രീറ്റ് റൂട്ട് അല്ല ഈ കാട്ടാളനിൽ പിടിച്ചിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ഡിഫറെന്റ് പരിപാടിയാണ്. എന്തായാലും അവർ തന്നെ ഒഫീഷ്യലായിട്ട് ഇക്കാര്യം പുറത്തു വിട്ടതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. മാർക്കോയിൽ നിന്ന് കാട്ടാളനിലേക്ക് വരുമ്പോൾ ഇതൊരു യൂണിവേഴ്സ് ആവുന്നുണ്ട്. പക്ഷെ ഇത് മറ്റൊരു ട്രാക്കിലൂടെ ഉള്ള ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണ്. ഈ ചില ഹോളിവുഡ് പടങ്ങളിലൊക്കെ പിടിക്കുന്ന പോലെ ഒരു സ്പിരിച്വൽ യൂണിവേഴ്സ് ആണ്. പാരലൽ യൂണിവേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ കാട്ടാള സിനിമയും മാർക്കോ സിനിമയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ടും രണ്ട് പോയിന്റുകളാണ്. അതിലൊന്ന് അഡാട്ടെ ജോർജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. മാർക്കോയിൽ നിന്നും കാട്ടാളിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് അഡാട്ടെ ജോർജ്. രണ്ടാമത്തെ പോയിന്റ് ആണ് കബ്രാൽ. ഈ കബ്രാൽ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയൊരു പവർഫുൾ കാർട്ടലാണ്. ഈ കബ്രാലിനെ ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് മാർക്കോയിലാണ്. മാർക്കോയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഈ കബ്രാലിന്റെ ഒരു സംഘം മാർക്കോയെ തപ്പി വരുന്നതായി കാണാം. ഈ കബ്രാലിന്റെ കാറുകളും കൈയും ഒരു ലോഗോയും അല്ലാതെ മാർക്കോയിൽ വേറൊന്നും കാണിക്കുന്നില്ല. പക്ഷെ കാട്ടാളിലേക്ക് വരുമ്പോ ഈ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്നുണ്ട്, ലിയോ കബ്രാൽ. അതുപോലെ മാർക്കോയിലും കാട്ടാളിലും സെയിം കാസ്റ്റ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് റിപ്പീറ്റ് ആവുന്നുണ്ട്. അതായത് ജഗദീഷ്, സൈറസ്, പിന്നെ ആൻസം പോലുള്ള ക്യാരക്ടർ. ഇവർ രണ്ട് പടങ്ങളുണ്ട്, പക്ഷെ രണ്ട് തരത്തിലുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ഇവിടെയാണ് ഈ യൂണിവേഴ്സ് ഒരു സ്പിരിച്വൽ യൂണിവേഴ്സ് ആവുന്നത്. അതായത് കഴിഞ്ഞ പടങ്ങളിലെ വേൾഡിനെ അതേപോലെ ഫോളോ ചെയ്യാതെ പലതരത്തിൽ ഈ പല റിയാലിറ്റികളെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു മൾട്ടിവേഴ്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മൾട്ടിവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ മാർവൽ ലെവലൊന്നും ചിന്തിക്കരുത്. നമ്മുടെ കൊക്കിലൊതുക്കുന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പരിപാടി നൈസാണ്. അതായത് ഒരു യൂണിവേഴ്സിനുള്ളിൽ തന്നെ പല യൂണിവേഴ്സ്, പല റിയാലിറ്റി, പല വേൾഡ്, ഈ പാരൽ വേൾഡ് എന്നൊക്കെ പറയും പോലെ. നിങ്ങൾ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കരുത്, കമേഴ്ഷ്യൽ ആയിട്ട് ചിന്തിച്ചാൽ വർക്കാവും. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞാൽ മാർക്കോയ്ക്ക് മുമ്പും ഈ യൂണിവേഴ്സിലെ ആദ്യത്തെ പടം വന്ന് മിഗായൽ സിനിമ അറിയാലോ. മിഗായൽ സിനിമയിൽ നിവിൻ പോളിയുടെ വില്ലനായാണ് മാർക്കോ ജൂനിയർ ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ആ കഥയിൽ തന്നെ അഡാട്ടെ ജോർജിനെയും മാർക്കോ ജൂനിയറിനെയും മൈക്കിൽ പടമാക്കുന്നുണ്ട്. അതായത് ആ വേൾഡിൽ ശരിക്കും മാർക്കോ ജൂനിയറും അഡാട്ടെ ജോർജും ഒക്കെ ഡെഡായി. ഈ മിഗാലിന്റെ കഥ നടക്കുന്നത് 2018 ആ ഒരു കാലഘട്ടത്തിലാണ്. ഇനി അവിടുന്ന് മാർക്കോയിലേക്ക് വരുമ്പോ മിഗാലിന്റെ വില്ലനായിട്ടുള്ള മാർക്കോയുടെ ഒരു ഹീറോയിക് സ്പിൻ ഓഫ് ആയിരുന്നു. മാർക്കോയുടെ കഥ നടക്കുന്നത് 2024 അപ്പൊ മിഗായലിന്റെ വേൾഡിൽ നിന്ന് വന്ന ഒരു സ്പിരിച്വൽ സ്പിൻ ഓഫ് ആയിരുന്നു മാർക്കോ. മിഗായിൽ നിന്ന് മാർക്കോയിലേക്ക് വരുമ്പോ വില്ലനായിരുന്ന മാർക്കോ ഹീറോ ആയി. വേൾഡ് മിഗാലിനേക്കാളും അടിപൊളിയായി. അപ്പൊ മിഗായിൽ നിന്ന് മാർക്കോയിലേക്ക് വന്നപ്പോ തന്നെ ഈ കണ്ടിന്യൂറ്റി ലോജിക്ക് മൊത്തത്തിൽ അവർ പൊളിച്ചടുക്കി, അല്ലെങ്കിൽ പൊളിച്ചെഴുതി എന്ന് വേണേൽ പറയാം. ഒരു പുതിയ കോൺസെപ്റ്റാ കൊണ്ടുവന്നത്. അതേ രീതി തന്നെയാണ് ഇപ്പൊ ഈ കാട്ടാളനിലും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂറ്റി ലോജിക്ക് മൈൻഡിൽ വെച്ച് ഇതിനെ കാണരുത്. ഇവര് ഉദ്ദേശിച്ചത് വേറൊരു പരിപാടിയാണ്. ഇതിനെയാണ് ഈ സ്പിരിച്വൽ യൂണിവേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ആക്ച്വലി ഇതൊരു അടിപൊളി കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഈ യൂണിവേഴ്സിൽ നിന്ന് ആര് പോയാലും എങ്ങനെ വെച്ച് വേണമെങ്കിലും ഇവർക്ക് പടം ചെയ്യാം. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ലോകേഷ് കനകരാജിന് LCUവിൽ കിട്ടിയ ഒരു പണിയുണ്ട്. ആ പണി ഈ യൂണിവേഴ്സിന് കിട്ടില്ല. LCUവിൽ സ്ട്രെയിറ്റ് ലോജിക്കും വേൾഡും പിടിച്ച് പോകുന്നത് കൊണ്ട് പടം ഇറക്കാൻ പാടാണ്. ലോജിക്കിൽ പണി കിട്ടും. ഇപ്പൊ ലിയോ കാരണം അങ്ങനെ ഒരു പണി LCUവിൽ വന്ന് കിടപ്പുണ്ട്. അതിന് ലോകേഷ് എങ്ങനെ ഫിക്സ് ചെയ്യുമെന്ന് കണ്ടെന്നെ അറിയണം. പക്ഷെ ഇവിടെ അങ്ങനൊന്നും ഇല്ല. ഇവിടെ ആരെ വെച്ച് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പടം എടുക്കാം. ഈ വേൾഡ് അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാരലൽ വേൾഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടിവേഴ്സ് പരിപാടി. ഇത് ശരിക്കും കാണാൻ പോകുന്നത് ഈ യൂണിവേഴ്സിൽ നിന്നും ഇനി വരാൻ പോകുന്ന സിനിമകളായിരിക്കും. ലോർഡ് മാർക്കോ പിന്നെ മാർക്കോ 2 ഈ രണ്ട് പടങ്ങൾക്കുള്ള ലീഡും കാട്ടാളനിൽ കൊടുത്ത സ്ഥിതിക്ക് വൻ പരിപാടികൾ പ്രതീക്ഷിക്കാം. ഇത് ഇങ്ങനൊരു യൂണിവേഴ്സ് ആയതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരു ഉലക്ക ചക്കച്ചക്കയൊക്കെ കൊണ്ടുവരാം. അങ്ങനെ കാട്ടാളനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലെങ്കിലും ആ പടത്തിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സ് ഇവരുടെ വരാനിരിക്കുന്ന സിനിമകളിൽ ഒരു പൊളി പൊളിയും.
അപ്പോ ഇങ്ങനെയാണ് ഈ യൂണിവേഴ്സ് മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ലോജിക്ക് നോക്കി തല പോയിക്കേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് ഓർഡറിൽ പിടിക്കുന്നതിനേക്കാൾ കിടിലം പരിപാടികൾ ഇങ്ങനെ മൾട്ടിവേഴ്സിലൊക്കെ പിടിക്കാൻ പറ്റും. അതിനുള്ള ലീഡുകളൊക്കെ അവർ കാട്ടാളനിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഡീകോഡ് ചെയ്യാൻ പറ്റിയ കുറെ പരിപാടികൾ ഇതിൻ്റെ അകത്തുണ്ട്.